ആദ്യം തന്നെ ജനനായകന്റെ ടൈറ്റിൽ പോസ്റ്റർ ദ ഫസ്റ്റ് റോർ. ഇതുപോലൊരു സെയിം സാധനം ഭഗവത് കേസരിക്ക് ഉള്ളത്, റോർ ഓഫ് കേസരി. അടുത്തൊരു സിമിലാരിറ്റി നോക്കുകയാണെങ്കിൽ വിജയ് സിനിമയിൽ പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. നമ്മുടെ ബാലയ്യോ സെയിം പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. പിന്നെ ഭഗവത് കേസരിൽ ഈ ഒരു സീനും പോലീസ് ഓഫീസറായിട്ട് വിജയ് വരുന്ന സീനും എവിടെയൊക്കെയോ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് ബാലയുടെ ഭഗവത് കേസരി എന്നെ ചൂസ് ചെയ്തെന്ന്. പുള്ളിയുടെ കരിയറിലെ അവസാനത്തെ മൂവിയായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോയെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സിനിമയുടെ കഥ തന്നെയാണ്. നിങ്ങൾ ഇനി ആ സിനിമ കാണാനൊന്നും പോണ്ട, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. പോലീസ് ആയിരുന്ന ഒരാൾ ഒരു മാസ് മർഡർ ചെയ്തിട്ട് കുറെ സിറ്റുവേഷൻസ് കാരണം ഒരു കൂട്ടം ആൾക്കാരെ കൊന്നിട്ട് ജയിലിൽ പോകും. ജയിലിൽ വെച്ചിട്ട് അയാളുടെ നല്ല ശീലങ്ങളൊക്കെ കണ്ടിട്ട് ജയിലിലെ സൂപ്രണ്ടിന് പുള്ളിക്കാരനോട് ഒരു ഇഷ്ടം തോന്നും. എന്നിട്ട് പുള്ളിക്കാരനെ കല്യാണം കഴിക്കാനൊന്നും അല്ല കേട്ടോ. എന്നിട്ട് സൂപ്രണ്ടിന്റെ മോളും ബാലയും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി ഇവരുടെ കൂടെ തന്നെ വന്ന് താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സൂപ്രണ്ട് മരിച്ചു പോകും. പിന്നെ ആ കുട്ടിയെ കുറെ വർഷത്തേക്ക് ബാലയെ നോക്കും. ബാലയ്ക്ക് ആ കൊച്ചിനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ലൊരു കുട്ടിയായിട്ട് വളരണം, നല്ലൊരു പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടായിട്ട് വളരണം എന്നാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. പക്ഷേ ആ ഒരു കുട്ടിക്ക് അങ്ങനെ വളരണമെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കത്തില്ല. ഏതെങ്കിലും ഒരുത്തിനൊക്കെ കല്യാണം കഴിച്ചാൽ ആ ഒരു രീതിയിൽ സെറ്റിൽ ആവണമെന്നാണ് പുള്ളിക്കാരത്തിൻ്റെ ആഗ്രഹം. പിന്നെ പഠിക്കാത്ത ഉഴപ്പിയൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് കുട്ടിയുടേത്. ഇനി ക്ലൈമാക്സിൽ ശ്രീലീല ആ കുട്ടി ഫൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതിന് ജനനായകനെ എങ്ങനെ എടുത്തു നോക്കുന്നൊന്നും അറിഞ്ഞൂടാ. ഈ സിനിമയിൽ ബാലയ്യ കുറച്ച് കുട്ടികളോട് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു സീനൊക്കെ വിജയ് ചെയ്യുന്നതായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കത്തിയിലെ കതിരേശനൊക്കെ വന്ന് പറ്റിയില്ല വെള്ളം പോകുന്ന പൈപ്പിൽ കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഡയലോഗൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു ഐറ്റം ഇതിനകത്തും കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം വിജയ് ഒരുപാട് റീമേക്കുകൾ ചെയ്തിട്ടുണ്ട്. പുള്ളി എത്രത്തോളം നന്നാക്കുമെന്ന് നമുക്കറിയാം. ഗില്ലിയൊക്കെ ഒരു റീമേക്ക് സിനിമ, എന്നിട്ട് ആ സിനിമയ്ക്ക് ഏത് ലെവലാണ് നമുക്ക് അറിഞ്ഞൂടെ. ആകെപ്പാടെ റീമേക്ക് ചെയ്തിട്ട് കൊള്ളാഞ്ഞത് കുരുവി മാത്രമേ ഉള്ളൂ. അത് വിട്, പോട്ടെ അത് എഴുതി തള്ളു. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. ഇനി ഭഗവത് കേസരി ഫുള്ളായിട്ട് റീമേക്ക് ചെയ്തെന്ന് വെച്ചാലും സിനിമ നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സിനിമ കയറി കൊടുത്തിരിക്കും ഉറപ്പായിട്ടും. ഭഗവത് കേസരിൽ ഒത്തിരി തള്ളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ മാറ്റി എടുത്തുമായിരിക്കും തമിഴ് സിനിമ ആയതുകൊണ്ട്. ആ സിനിമ നമ്മുടെ മലയാളികൾ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആയാലും നമുക്ക് നല്ലൊരു ഭഗവത് കേസരി കിട്ടും ഉറപ്പായിട്ടും. കേസരി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. ആ സിനിമ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ കിട്ടിലുമായിരിക്കും. നമുക്ക് തലപ്പത്തിൽ മാസ് എലമെന്റ്സ് ഇഷ്ടപ്പെടത്തില്ലേ, അത് മാത്രമുള്ള സിനിമയിൽ ഫാൻസിനായാലും അല്ലാത്തവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്.